ഹലോ ഗായ്സ്, വാട്ട്സ്ആപ്പ് എല്ലാവർക്കും ഡീഡ്മാൻ സ്പിരിയുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇൻസീഡിയസിൻ്റെ ഫിലിം സീരീസിൻ്റെ ഒരു റാങ്കിങ് ചെയ്തായിരുന്നു. 5 മൂവീസിൽ ഏറ്റവും വേസ്റ്റ് ഏതാണ്, ഏറ്റവും ബെസ്റ്റ് ഏതാണ്, അങ്ങനെയൊക്കെ. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു, ഞാൻ ഒരു ഹൊറർ മൂവി ഫ്രീക്കാണ്. ഞാൻ ഒരുപാട് ഹൊറർ മൂവീസ് കാണും. മാത്രമല്ല, ഞാൻ ഒരു കോഞ്ചറിങ് യൂണിവേഴ്സിൻ്റെ ഫാനാണ്. അപ്പോൾ ഞാൻ എല്ലാ സിനിമകളും കണ്ടിട്ടുണ്ടായിരുന്നു, നൺ 2 ഒഴികെ. കാരണം അതപ്പോൾ തിയേറ്ററിൽ ഇറങ്ങിയിരുന്ന സമയമായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ 2024 നാലഞ്ച് മാസം മുമ്പ് നൺ 2 ആമസോൺ പ്രൈമിൽ ഇറങ്ങിയായിരുന്നു. അപ്പം ഞാൻ രണ്ടിടത്ത് കണ്ടായിരുന്നു. അപ്പോൾ ടോട്ടലി ഇപ്പോൾ നോക്കുകയാണെങ്കിൽ തൽക്കാലത്തേക്ക് കോഞ്ചറിങ് യൂണിവേഴ്സിലെ എല്ലാ സിനിമകളും ഞാൻ കണ്ടിരിക്കുകയാണ്. ഓക്കെ, ടോട്ടൽ എത്രയോ സിനിമകളുണ്ടെന്ന് 9 സിനിമകളെന്തോ ഉണ്ടെന്നാണ് തോന്നുന്നത്. അതിൽ 9 ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റാങ്കിങ് ആണ് ഞാൻ പറയാൻ പോകണം, ഫ്രം വേഴ്സ്റ്റ് ടു ബെസ്റ്റ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ടോട്ടലി കോഞ്ചറിങ് യൂണിവേഴ്സിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്ന് ചോദിക്കുകയാണെങ്കിൽ കിഡിലൊരു സീരീസാണ്. ഓക്കെ, എനിക്ക് ഇൻസിഡിയസും ഓൾമോസ്റ്റ് എല്ലാ ഹൊറർ സീരീസിനേക്കാളും എനിക്കിഷ്ടം കോഞ്ചറിങ് യൂണിവേഴ്സാണ്. വല്ലാത്തൊരു സീരീസ് തന്നെയാണ്. അതിലെനിക്ക് ഓൾമോസ്റ്റ് എല്ലാ സിനിമകളും അറ്റ്ലീസ്റ്റ് ഒരു ആവറേജ് എങ്കിലും ആണ്, മോശമല്ല. ഇപ്പോൾ ഇൻസിഡിയസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സീരീസാണ്. പക്ഷേ അതിൽ 2-3 നല്ല ഒന്നെങ്കിൽ ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് ആണ്. ഇൻസിഡിയസ് ദ ലാസ്റ്റ് ഡോറാ കിയ അല്ലല്ല റെഡ് ഡോർ. ഇൻസിഡിയസ് ദ റെഡ് ഡോർ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സിനിമയാണ്. ലാസ്റ്റ് കീ നല്ലതാണ്. ഇൻസിഡിയസ് 3 എനിക്ക് 2 അത്ര ഇഷ്ടമല്ല. എനിക്ക് 3 ഒരുവിധം വലിയ കുഴപ്പമില്ലാത്തൊരു സിനിമയാണ്. 4 എനിക്കിഷ്ടമാണ്, നല്ല 1 കിഡിലുമാണ്. അപ്പോൾ അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ കോഞ്ചറിങ് യൂണിവേഴ്സിലോട്ട് കിടക്കാം. അപ്പോൾ കോഞ്ചറിങ് യൂണിവേഴ്സിൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത സിനിമ, കൂട്ടത്തിൽ ഏറ്റവും വേസ്റ്റ് സിനിമയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ആനബെല്ലാണ്. ആനബെൽ 1 2014 എങ്ങാണ്ടോ റിലീസായ ഒരു സിനിമയാണ് അത്. അപ്പോൾ ആ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സിനിമയാണ് ആനബെൽ. ഓക്കെ, അത് കാരണം കോഞ്ചറിങ് എന്നൊരു കിടില സിനിമ കണ്ടതിന് ശേഷം അടുത്ത കോഞ്ചറിങ് യൂണിവേഴ്സിൽ ഒരു അഡീഷൻ ആയതുകൊണ്ടാണോ എന്തോ ആ സിനിമയാണെങ്കിൽ ഒരുമാതിരി ഇന്ത്യൻ അല്ല, ഒരു മസാല, ഒരു ചീപ്പ് ജംസ്കെയർസ് ഒക്കെ വെച്ചാണ് അത് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല എനിക്ക് തോന്നിയിട്ടില്ല, എനിക്കധികം പേടിയേ വന്നിട്ടില്ല എനിക്കതിൽ. കഥയും ഒരുമാതിരി അങ്ങനെ ഒരു സാധനമാണ്. എനിക്കൊട്ടും കണക്റ്റായില്ല. ഞാൻ ഒട്ടും എൻജോയ് ചെയ്തിട്ടൊരു സിനിമയാണ് ആനബെൽ. പോസിറ്റീവ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ 1-2 ഡോളിനെ കാണിക്കുന്ന സീക്വൻസസ് ഒക്കെ നന്നായിരുന്നു. ഒരു പെണ്ണ് ഇങ്ങനെ നോക്കുമ്പം, ഡോറിൻ്റെ ഇടയിൽ കൊച്ചിനെ നോക്കുമ്പം ഡോൾ വന്നിങ്ങനെ വീഴും. അത് കൊള്ളായിരുന്നു. ആ ഒരൊറ്റ സീൻ മാത്രം അടിപൊളിയായിരുന്നു. അത് ഒഴികെ നിർത്തുകയാണെങ്കിൽ എനിക്ക് ആനബെൽ എനിക്ക് അത്ര വർക്കാവാത്തൊരു സിനിമയാണ്. അപ്പോൾ എൻ്റെ ഏറ്റവും വേസ്റ്റ് സിനിമ ആനബെല്ലാണ്. ഞാൻ ഒട്ടും റീവാച്ച് വാല്യൂ കൊടുക്കാത്തൊരു സിനിമയാണ് ആനബെൽ. അധികം പേടിക്കുകയില്ല. ഞാൻ വിചാരിച്ചു ഭയങ്കര പേടിയായിരിക്കുമെന്ന്. ഒരു വർഷം മുമ്പാണ് ഞാൻ കണ്ടത്. ഇപ്പം ഞാൻ റീക്യാപ്പ് ചെയ്തു. അപ്പോൾ ഇത് എൻ്റെ അമ്മയൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിച്ചിരുന്നു, ഇത് കാണാമല്ലോ നല്ല പേടിക്കുമെന്ന്. പക്ഷെ എനിക്കത് കാണാൻ ഭയങ്കര ചാലഞ്ചിങ് ആണ്. എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ കണ്ടു നോക്കിയപ്പം എനിക്ക് ഒരു വക പേടിച്ചില്ല. ഓക്കെ, അപ്പം എനിക്ക് ആനബെൽ അങ്ങനെ തോന്നിയിട്ടുള്ള വേസ്റ്റ് റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ എനിക്കൊരു 3.75 ഔട്ട് ഓഫ് 10. ഓക്കെ, എനിക്കതാണ് ആനബെൽ തോന്നിയിട്ടുള്ളത്. കാരണം പറയാൻ തക്കതൊന്നും ഇല്ലായിരുന്നു പോസിറ്റീവ്സ്. ഓക്കെ, ഒരു പ്രാവശ്യം വേണമെങ്കിൽ കാണാം, അങ്ങനെ ഒരു ടൈപ്പ് ഒരു സിനിമയായിരുന്നു ആനബെൽ. അപ്പോൾ 3.75 ഔട്ട് ഓഫ് 10. ആവറേജ് സിനിമയായിരുന്നു, എന്നാലും ഫാർ ബെറ്റർ ദാൻ നമ്മുടെ ആനബെൽ. ഓക്കെ, ആ സിനിമ ഫുൾ ഒരു ഡാർക്കാണ്. അതൊരു സിനിമ ആക്ച്വലി അതൊരു അറ്റ്മോസ്ഫിയറിക് ഹൊറർ സിനിമയാണ്. ആ സിനിമയുടെ ഫസ്റ്റ് സീൻ, ആ പേരെഴുതി കാണിക്കുന്ന ആ സീൻ വരെ ഞാൻ നല്ലോണം പേടിച്ചു പോയി. ഞാൻ കുറേ വർഷം മുമ്പ്, എന്ന് വെച്ചാൽ 2-3 വർഷം മുമ്പ്
ഞാൻ ആ സിനിമ ഒന്ന് കാണാൻ ശ്രമിച്ചു. പക്ഷേ ആ ഫസ്റ്റ് സീൻ കണ്ടതോടെ എൻ്റെ അടപ്പളവായി. പിന്നെ ഞാൻ ഈ കഴിഞ്ഞ വർഷം നണ്ണ് 2 ഇറങ്ങണതിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഞാൻ നണ്ണ് കണ്ടത്. സത്യം പറയുകയാണെങ്കിൽ ആ ഒരു പേരെഴുതി കാണിക്കുന്ന സീക്വൻസ് വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് ഹൊററായിട്ട് തോന്നിയിട്ടുള്ളൂ. ഓക്കെ, ആ ഫസ്റ്റ് സീൻ, ആ ചർച്ചിലോട്ട് പോകണ നണ്ണിനെ ആദ്യമായിട്ട് കാണിക്കുന്ന സീൻ, ആ ബാക്കി നണ്ണുകളെല്ലാം മരിക്കണ സീൻ, പിന്നെ ആ പേരെഴുതി കാണിക്കുന്ന സീനൊക്കെ അടിപൊളിയായിരുന്നു. സത്യം പറഞ്ഞാൽ അത് മാത്രമേ ഉള്ളായിരുന്നുള്ളൂ സിനിമയിലാകെ പേടിക്കാനും, സിനിമയിലാകെ നല്ലൊരു സീക്വൻസ്. പിന്നെ ബാക്കിയെല്ലാം മിക്ക സീനും ക്ലൈമാക്സ് വരെ നണ്ണിനെ അധികം യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. അറ്റ്മോസ്ഫിയറിക് കുറവാണ്, നമുക്ക് ഒരുപാട് ഫീൽ ചെയ്യും. ഭയങ്കര ഡാർക്കാണ്, ഡാർക്ക് വൈബ്സാണ്. ഓക്കെ, പ്രോബബ്ലി ദ ഡാർക്കസ്റ്റ് മൂവി ഇൻ ദ കോഞ്ചറിങ് യൂണിവേഴ്സ്. പേടിക്കാൻ ആ ഒരു ഫസ്റ്റ് സീൻ കഴിഞ്ഞ് എനിക്ക് അത്ര തോന്നിയിട്ടുമില്ല. ലാസ്റ്റ് സീൻ പോലും കുറച്ച് ഡാർക്ക്, ഒരു ബിറ്റ് ഓഫ് അൺകംഫർട്ടബിൾനെസ് തോന്നും. അതല്ലാതെ എനിക്ക് വലിയ പേടിക്കാനായിട്ടൊന്നും തോന്നിയിട്ടില്ല. സിനിമയും ഫുൾ ടൈം ടോക്കും കുറേ ചർച്ചിലെ കുറേ ഇൻവെസ്റ്റിഗേഷൻ അങ്ങനെയൊക്കെ ആയിട്ടാണ് പോണത്. ക്ലൈമാക്സ് ആകുമ്പം ഫെറോഷ്യസ് ആയിട്ട് വാലക്കിനെ കാണിക്കും. പക്ഷേ അതും എനിക്ക് ഒട്ടും പേടിക്കാനായിട്ട് തോന്നിയിട്ടില്ല. അത് കാരണം നമ്മുടെ ഇൻഗോസ്റ്റേഴ്സിൻ സിനിമയില്ലേ, അതുപോലെയൊക്കെ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ക്ലൈമാക്സിന് എനിക്ക് ക്ലൈമാക്സ് വർക്കായില്ല. സിനിമ ഒരു ബിലോ ആവറേജ് സിനിമയാണ്. ഒറ്റൊരു കാരണം കൊണ്ട് ഫസ്റ്റ് സീൻ അടിപൊളിയായിരുന്നു. അപ്പോൾ ബാക്കിയൊന്നും എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടില്ലായിരുന്നു. ഒരു ഭയങ്കര ഡള്ളൊരു സിനിമയായിട്ടാണ് എനിക്ക് നണ്ണ് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതിന് പോസിറ്റീവ്സ് എങ്കിലും ഉണ്ട്. പെർഫോമൻസസ് കൊള്ളാം. ആ മെയിൻ ഹീറോയുടെ പെർഫോമൻസൊക്കെ അടിപൊളിയാണ്, ഹീറോയിൻ്റെ പെർഫോമൻസ് അടിപൊളിയാണ്. പിന്നെ ഞാൻ പറഞ്ഞ പേര് കാര്യങ്ങളുടെ സീനൊക്കെ നല്ല പേടിക്കാനുള്ള സീക്വൻസസ് ആയിരുന്നു. ഡാർക്കാണ്, എന്നാൽ അധികം പേടിക്കാനും ഇല്ല. അങ്ങനെ ഒരു സിനിമയും കൂടെയാണ് നണ്ണ്. എനിക്ക് ഒരു ബിലോ ആവറേജ് സിനിമയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഒരു 4.75 ഔട്ട് ഓഫ് 10 അല്ലെങ്കിൽ 5/10 കൊടുക്കാം. 5/10 കൊടുക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് ദ നൺ. ഓക്കെ, ഓക്കെ. അപ്പോൾ അടുത്ത സിനിമയാണ് ദ കോഞ്ചറിങ് ദ ഡെവിൽ മേഡ് മീ ഡു ഇറ്റ്, അതായത് കോഞ്ചറിങ് 3. ആ സിനിമ ഞാൻ ഒരുപാട് എക്സ്പെക്റ്റേഷൻസിലാണ് കണ്ടത്. കാരണം എനിക്ക് കോഞ്ചറിങ് 1 ഭയങ്കര ഇഷ്ടമാണ്. കോഞ്ചറിങ് 2 അതിൻ്റെ അടുത്തുപോലും എത്തിയില്ലെങ്കിലും ആ സിനിമയും നല്ലതാണ്. അപ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷനിലാണ് ഞാൻ കണ്ടത്. ഓക്കെ, തിയേറ്ററിൽ ഇറങ്ങിയതിന് കുറച്ച് ദിവസത്തിന് ശേഷം തന്നെ ഞാൻ കണ്ടു. തിയേറ്ററിലല്ല എന്നാലും, അപ്പോൾ OTT വന്നതിന് ശേഷം. അപ്പോൾ ആ സിനിമയും എനിക്കൊരു വളരെ ഒരു ബിലോ ആവറേജ് സിനിമയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. എനിക്ക് നണ്ണിനേക്കാളും കുറച്ചുകൂടെ ഇഷ്ടമുള്ളൂ ആ സിനിമ. കാരണം ഈ സിനിമ പേടിക്കാറുണ്ട്, കുറച്ച് പേടിക്കാറുണ്ട്. സിനിമയിൽ എനിക്ക് പക്ഷെ നല്ല സീക്വൻസസ് ആയിട്ട് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒരു നല്ല ഒരു നമുക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് കുറച്ച് ചെറിഷ് ചെയ്യാൻ പറ്റിയൊരു സീക്വൻസസ് ബാക്കി എല്ലാ കോഞ്ചറിങ് യൂണിവേഴ്സിലുള്ള പോലെ എനിക്കിതിൽ തോന്നിയിട്ടില്ല. ഒരു ഹൊറർ സിനിമയുടെ ഒരു കോഞ്ചറിങ് യൂണിവേഴ്സ് മാറ്റിയെടുത്താണെങ്കിൽ ഹൊറർ സിനിമയൊക്കെ ആണെങ്കിൽ ഒരു ബിലോ ആവറേജ് സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നല്ല ഡിസപ്പോയിൻറ്റിങ് ആയിരുന്നു എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ. കാരണം ഞാൻ ആനബെല്ലും നണ്ണ് ഞാൻ അത്ര ഭയങ്കരമായിട്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തല്ല കണ്ടത്. കോഞ്ചറിങ് 3 ഞാൻ എക്സ്പെക്റ്റ് ചെയ്താണ് കണ്ടത്. ഓക്കെ, അപ്പോൾ ഡിസപ്പോയിൻറ്റിങ് ആയിരുന്നു. ഓൾദോ അത് ആനബെല്ലിനേക്കാളും നണ്ണിനേക്കാളും ബെറ്റർ ആയിരുന്നെങ്കിലും സിനിമ ഡിസപ്പോയിൻറ്റിങ് ആയിരുന്നു. അപ്പോൾ ഈ സിനിമയ്ക്ക് എനിക്ക് കൊടുക്കാൻ പറ്റിയ റേറ്റിംഗ് 5.25 ഔട്ട് ഓഫ് 10 ആണ്. ഒരു മോർച്ചറിയിലുള്ളൊരു സീനുണ്ട്, ഒരു മോർച്ചറിയിൽ നിന്ന് ഒരു പ്രേതം എണീച്ചിട്ടുണ്ട് സീൻ. അത് കൊള്ളായിരുന്നു, അത് അടിപൊളിയായിരുന്നു. പിന്നെ ആ സിനിമയുടെ വില്ലനൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് കാരണം പ്രേതമല്ലായിരുന്നു, അത് വിച്ചായിരുന്നു. ഓക്കെ, അപ്പോൾ പ്രേതമില്ലാത്ത കോഞ്ചറിങ് വിച്ചായിരുന്നു. ഇതിലത്തെ വില്ലൻ ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ മനുഷ്യൻ എന്തായാലും ഭയങ്കരമായിട്ട് അങ്ങനെ ഒരു പ്രേതമുള്ളൊരു സാധനം അല്ലായിരുന്നു. ഓക്കെ, അപ്പോൾ അതാണ് എനിക്ക് കോഞ്ചറിങ് ദ ഡെവിൽ മേഡ് മീ ഡു ഇറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഒരു ബിലോ ആവറേജ് സിനിമ, ഒരു കോഞ്ചറിങ് ലവേഴ്സിനൊക്കെ എനിക്ക് അറിയണം സാറ്റിസ്ഫൈ ചെയ്യുമെന്ന്. ഞാനൊരു കോഞ്ചറിങ് ലവറാണ്.
എന്നെ അധികം സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. നല്ലൊരു വൺ ടൈം വാച്ചാണ്. ഒരു ഹൊറർ സിനിമയുടെ ബേസിൽ നോക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു വൺ ടൈം വാച്ചാണ്. 5.25 ഔട്ട് ഓഫ് 10, 5.4. ഓക്കെ, അതെനിക്ക് കോഞ്ചറിങ് ഡെവിൾ ബെഡ് ഡ്യൂട്ടി തോന്നിയിട്ടുള്ളത്. അടുത്ത സിനിമയാണ് കോഞ്ചറിങ് യൂണിവേഴ്സിലെ ഏറ്റവും ലേറ്റസ്റ്റ് അഡീഷൻ, ദ നൺ 2. നല്ല ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ദ നണ്ണിനേക്കാളും. ഇന്നാലെ സിനിമ എനിക്കൊരു ആവറേജ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതിൽ കുറേ കാരണങ്ങളുണ്ട്. ഇതിൽ നണ്ണിനെ യൂസ് ചെയ്തിട്ടില്ല അധികം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ. അതിൽ പറഞ്ഞ പോലെ തന്നെ കുറച്ചൊരു അറ്റ്മോസ്ഫറിക് ഹൊററായിരുന്നു. പക്ഷേ ഈ മണ്ണിൻ്റെ അത്ര ഒന്നും ഇല്ലെങ്കിലും അറ്റ്മോസ്ഫറിക് ഹൊറർ വൈസ് 1-2 നല്ല ജംപ് സ്കെയർ സീക്വൻസസ് ഉണ്ട്. ഒരു ആറ്റിക്കിൽ ഒരു കൊച്ചിനെ പൂട്ടിയിടും. അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങാൻ നോക്കുമ്പം ഒരു എന്തോ ക്ലോത്തി മൂടി ഒരു സാധനം ഇങ്ങനെ നിൽക്കും. അയ്യോ, ഞാൻ പേടിച്ച്. ആ ഒരു സീൻ കൊള്ളായിരുന്നു. എന്തായാലും ഈ സിനിമ അത്യാവശ്യം ആവറേജ് ആയിരുന്നു. ഇതിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് ഈ 3 ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. വൺ ടൈം വാച്ചാണ്. നണ്ണിനേക്കാളും എന്തുകൊണ്ടും നല്ലതാണ്. പിന്നെ കുറച്ച് ലാഗുണ്ട് സിനിമയിൽ. പിന്നെ ഈ ഹൊറർ എനിക്ക് 1-2 സീൻ മാറ്റി നിർത്തുകയാണെങ്കിൽ എനിക്ക് അത്ര തോന്നിയിട്ടില്ല കമ്പയർ ടു നൺ 1. അത് സ്കെയറി അല്ലായിരുന്നു അത്രയും. അത് അറ്റ്ലീസ്റ്റ് അറ്റ്മോസ്ഫറിക് ഹൊററെങ്കിലും ഉണ്ടായിരുന്നു. ഇത് അറ്റ്മോസ്ഫറിക് ഹൊറർ ഇല്ല. എന്നാൽ 1-2 നല്ല ജംപ് സ്കെയർസ് ആഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ നല്ല മേക്കിംഗ് ആണ്. അത്യാവശ്യം നല്ലൊരു കഥ ഉണ്ട്. പിന്നെ ക്ലൈമാക്സ് അടിപൊളിയായിരുന്നു ആ സിനിമയുടെ. ആദ്യമായിട്ട് ആ സിനിമയിൽ വാലക്കിനെ നേരിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരു സീനാണത്. ഒരു മൊത്തം മാലാക പോലെ ഇങ്ങനെ ഇത് വെച്ചിട്ട് 2 സീൻ. അതായിരുന്നു ഏറ്റവും ബെസ്റ്റ് സീൻ. ഒരു ആവറേജ് വൺ ടൈം വാച്ച് ഒരു സിനിമയാണ്. 5.5 on 10. എനിക്കതിൽ നെഗറ്റീവ്സ് തോന്നിയിട്ടുള്ള ഞാൻ പറഞ്ഞ പോലെ ഇനി കാണിക്കാൻ പോണ കോഞ്ചറി സിനിമയുടെ അത്ര എൻഗേജിങ് അല്ലായിരുന്നു. മാത്രമല്ല സ്ലോ ബേണറായിരുന്നു. അധികം നണ്ണിനെ കാണിച്ചിട്ടില്ല. അവസാനമൊക്കെയാണ് ആകുമ്പോഴാണ് കാണിക്കണത്. കുറച്ചുകൂടെ സ്ക്രീൻ ടൈം കൊടുക്കായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് എനിക്ക് ഈ സിനിമ അത്ര ഇഷ്ടപ്പെടാത്തത്. എന്തായാലും ഒരു വൺ ടൈം വാച്ചാണ്, ഒരു ആവറേജ് അനുഭവമാണ്. നണ്ണ് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടും. ഓക്കെ, എനിക്ക് നണ്ണ് ഇഷ്ടപ്പെട്ടിട്ടില്ല, എന്നാലും ഇത് കുഴപ്പമില്ല. വൺ ടൈം വാച്ചൊരു പടമാണ് നൺ 2. ഓക്കെ, അപ്പോൾ ഇതിന് ഞാൻ കൊടുക്കാൻ പറ്റുന്ന റേറ്റിംഗ് ഒരു 5.5 on 10. ഓക്കെ, 5.5 out of 10. അപ്പോൾ അടുത്ത സിനിമയാണ് ആനബെൽ കംസ് ഹോം. ഇതും കോഞ്ചറിങ് 3 പോലെ അധികം നമുക്ക് ചെറിഷ് ചെയ്യാനോ റീലി വേണം അത്ര സീൻസൊന്നും നമുക്ക് ഓർമ്മിക്കാൻ പറ്റുന്ന സീൻസൊന്നും അധികം ഇല്ല. ഒരു നല്ലൊരു ഹൊറർ സിനിമ, ഒരു കണ്ടിരിക്കാൻ പറ്റിയിട്ടൊരു ഹൊറർ സിനിമയാണ്. പെട്ടെന്ന് തീർന്ന പോലെ തോന്നി എനിക്ക് അപ്പോൾ അത് കണ്ടപ്പോൾ. നല്ല എൻഗേജിങ് ആയിരുന്നു. പക്ഷെ പറയാൻ പറ്റത്തില്ല, അയ്യോ ഈ കാര്യം കൂടി ഇത് അടിപൊളിയാണ്, ആ കാര്യം കൂടി അടിപൊളിയാണ് എന്നൊന്നും പറയാൻ പറ്റില്ല എനിക്ക്. ഞാൻ ഇൻസിഡിയസ് 3 പറഞ്ഞ പോലെ ഒരു സിനിമ, ഒരു കുഴപ്പമില്ലാത്തൊരു സിനിമ. നൺ 2-നേക്കാളും കുറച്ചുകൂടെ കൊള്ളാം. ആനബെൽ 1-നേക്കാളും എന്തുകൊണ്ടും കൊള്ളാം. ഓക്കെ, അപ്പോൾ ആനബെൽ കംസ് ഹോം അധികം പറയാൻ പറ്റണ അത്ര ഒന്നും ഇല്ലായിരുന്നു. നല്ല എൻഗേജിങ് ആയിരുന്നു. പിന്നെ എനിക്കിപ്പോൾ ഈ സീൻ നല്ലതാണ്, ആ സീൻ നല്ലതാണെന്ന് എടുത്ത് പറയാൻ തക്കതായിട്ടുള്ള ഒന്നുമില്ല. എല്ലാവരും ആവറേജ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഈ 9876 എന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ സിനിമ കൊള്ളാം. ഓക്കെ, അപ്പോൾ ആനബെൽ കംസ് ഹോം ഒരു ആവറേജ് സിനിമ, വൺ ടൈം വാച്ചാണ്. വൺ ടൈം നല്ലപോലെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിന് കൊടുക്കാൻ പറ്റിയ റേറ്റിംഗ് 5.6 on 10. 6 on 10. ഇതെന്തോ കാല് വെച്ച് കൂട്ടിക്കൊണ്ട് പറയണത്. 6 on 10 ആണ് എനിക്കിത് കൊടുക്കാൻ പറ്റുന്ന റേറ്റിംഗ്. ഓക്കെ, അത്ര എൻ്റർടൈനിങ് ആയിരുന്നു. അത്ര റീലി ചെയ്യാൻ പറ്റുന്ന മൊമെൻറ്റ്സ് ഒന്നും ഇല്ലെങ്കിലും ഒരു എൻ്റർടൈനർ ആയിരുന്നു. ഹൊറർ എൻ്റർടൈനർ വെച്ചൊക്കെയാണെങ്കിൽ നല്ലൊരു സിനിമയായിരുന്നു. 6 on 10.
ഇനി ഞാൻ പറയാൻ പോണ അടുത്ത 4 സിനിമകൾ എനിക്ക് ഭയാനകമായിട്ട് ഇഷ്ടപ്പെട്ട 4 സിനിമകളാണ്. അത് അബവ് ആവറേജ് ടു ഫിനോമിനൽ വരെ ഉണ്ട്. ഓക്കെ, ഇതുവരെ പറഞ്ഞില്ല, ഞാൻ ആവറേജ് ബിലോ ആവറേജ് സിനിമകളായിരുന്നു. 4th ഫിലിം എൻ്റെ കോഞ്ചറിങ് സിനിമയിൽ ദ കേഴ്സ് ഓഫ് ലാ യൊറോണ. ഓക്കെ, ഈ സിനിമ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അടിപൊളിയായിരുന്നു. ക്ലൈമാക്സ് വരെ അടിപൊളിയായിരുന്നു. ക്ലൈമാക്സ് ആക്കിയപ്പോൾ എനിക്ക് അത്ര അങ്ങ് ഇഷ്ടപ്പെട്ടില്ല, ഇതായിട്ട് തോന്നി. ഓക്കെ, പക്ഷേ ആ സിനിമ ക്ലൈമാക്സ് വരെ ത്രൂ ഔട്ട് എൻഗേജിങ്ങും ഗ്രിപ്പിങ്ങും ആയിരുന്നു എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ. എനിക്കൊരു സാധനമൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ആ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പം. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തൊരു സിനിമയാണ്. ഈ സിനിമ ഒട്ടും ഹിറ്റായില്ല, എന്തോ ഭയങ്കര ക്രിട്ടിക്കലി ഒരു സിനിമയാണ്. അപ്പോൾ എനിക്ക് പക്ഷേ ഈ സിനിമ നല്ല ഇഷ്ടപ്പെട്ടു. കമ്പയർ ടു ബാക്കിയുള്ള സിനിമകളും ഈ സിനിമ നല്ലതാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ കിഡിലൊരു 1 ടൈം വാച്ചാണ് ഈ സിനിമ. കാണാൻ പറ്റുള്ള സിനിമയാണ്. ഗ്രിപ്പിംഗ് ആണ്. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു പെണ്ണിനെ ബാത്ത് ടബിൽ നിന്ന് പിടിച്ച് ഇങ്ങനെ മുക്കിലൊരു സീനൊക്കെ ഉണ്ട്, അതൊക്കെ അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ ആ സീനൊക്കെ കൊള്ളാം. സിനിമ ടോട്ടലി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ലാതെയാണ് കണ്ടത്. ഒരു വർഷമൊക്കെ മുമ്പാണ് കണ്ടത് ഈ സിനിമ. എന്നെ സാറ്റിസ്ഫൈ ചെയ്തു സിനിമ. ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. ഭയങ്കരമായിട്ടൊന്നും അല്ലെങ്കിലും നല്ലൊരു സിനിമ. ഒരു ഫാൻറ്റാസ്റ്റിക് അല്ല, ഓക്കെ, നല്ലൊരു സിനിമ. ഞാൻ കൊടുക്കാൻ പറ്റിയ റേറ്റിംഗ് 6.5 on 10. ഓക്കെ, ദ കേഴ്സ് ഓഫ് ലാ യൊറോണ 6.5 out of 10. ഓക്കെ. അടുത്ത സിനിമയാണ് ദ കോഞ്ചറിങ് 2. ആ സിനിമയ്ക്ക് കുറേ മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ടു ചെറിഷ് കിട്ടിലൊരു നല്ലൊരു സിനിമയായിരുന്നു കോഞ്ചറിങ് 2. 3 വെച്ച് നോക്കുകയാണെങ്കിലും ഈ പറഞ്ഞ ആനബെൽ, നമ്മുടെ നണ്ണ് 2, കോഞ്ചറിങ് 3, ആനബെൽ കംസ് ഹോം, ലാ യൊറോണ എല്ലാം വെച്ച് നോക്കുകയാണെങ്കിലും സിനിമ നല്ലതായിരുന്നു. ഈ സിനിമ ഇപ്പോഴും എനിക്ക് എൻ്റെ ഓരോ സീക്വൻസസും എനിക്ക് ഓർമ്മയുണ്ട്. കുറേ നല്ല സീക്വൻസ് ഉണ്ടായിരുന്നു ചെറിഷ് ചെയ്യാൻ പറ്റുന്ന. അതിൽ കുറേ സീക്വൻസസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ സിനിമ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കുറച്ച് നെഗറ്റീവ്സ് ഉണ്ട് ആ സിനിമയിൽ. കുറച്ച് നല്ല നെഗറ്റീവ്സ് ഉണ്ട് ആ സിനിമയിൽ. എനിക്ക് ഇഷ്ടപ്പെട്ട സീനുകൾ എന്ന് പറയുമ്പോൾ ക്ലൈമാക്സ് സീൻ, ലൊറൈൻ വോറൻ ഇങ്ങനെ അതിൽ ഒട്ടിപ്പിടിച്ച് ഇങ്ങനെ പറയണ ആ സീൻ. പിന്നെ ഈ കുറേ സീൻ എനിക്ക് ഓൾമോസ്റ്റ് എല്ലാ സീനും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓർമ്മയിരിക്കും. ഇങ്ങനെ വേണം ഹൊറർ സിനിമകൾ. ഞാൻ പറയുക ആനബെൽ കംസ് ഹോം എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുള്ള ഒരു സിനിമ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ദ കോഞ്ചറിങ് 2 എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. ആ ഡ്രോയിങ് റൂമിൽ വാലക്ക് വരുന്ന സീൻ ഒക്കെ കിടിലുമായിരുന്നു. പക്ഷേ എനിക്ക് ഒട്ടും കണക്റ്റ് ആവാത്ത ഒരു ക്യാരക്ടറായിരുന്നു വാക്കിംഗ് മാനാ, ഒരു നഴ്സറി റൈം പോലത്തെ ഒരു സാധനത്തൊന്നും ഒരു പ്രേതം എണീച്ച് വരില്ലേ, ആ സീൻ, ആ ഒരു ക്യാരക്ടർ എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇതെന്തോ ഡിസ്നി സിനിമയായിട്ടാണ് ഇത് തോന്നിയിട്ടുള്ളത്. ഒരു ഫിക്ഷണൽ ക്യാരക്ടർ, ഒരു കൊച്ചുകുട്ടിയുള്ള ക്യാരക്ടർ എണീച്ചു വന്ന് പേടിപ്പിക്കണം. എനിക്കൊന്നും തോന്നിയിട്ടില്ല. അത് ഭയങ്കര ചൈൽഡിഷായിട്ട് എനിക്ക് തോന്നിയത്. എന്തോന്നും ഒരു മാൻ, എനിക്ക് ഓർമ്മയില്ല അത്. അതുകൊണ്ട് ആ സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടാതെ തോന്നി പോയി. അതുവരെ സിനിമ അടിപൊളിയായിരുന്നു, അതുവരെ ഗുഡിലുമായിരുന്നു. പക്ഷെ അത് വന്നപ്പോൾ തൊട്ട് എനിക്ക് ഒട്ടും കണക്റ്റായില്ല. പിന്നെ അതിൻ്റെ കുറേ ഹൊറർ സീക്വൻസസ് എനിക്കത് വർക്കായില്ല. ഭയങ്കര ചൈൽഡിഷായിട്ട് തോന്നി. ഭയങ്കര ഹിറ്റ് സിനിമയാണ് കോഞ്ചറിങ് 2. എനിക്കിഷ്ടമാണ് സിനിമ, എനിക്കിഷ്ടമാണ്. പക്ഷെ എനിക്ക് ആ ഒരു ക്യാരക്ടർ വന്നപ്പോൾ തൊട്ട് എനിക്ക് ഒട്ടും കണക്റ്റായില്ല. അതിൻ്റെ ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നി. ഓക്കെ, പക്ഷേ വാലക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ്. നണ്ണ് 2-നെയൊക്കെ കാണാൻ കൊള്ളാം, നല്ലൊരു സിനിമയാണ്. ഞാൻ മറ്റേ ലാ യൊറോണയ്ക്ക് എത്ര കൊടുത്ത് 6.5 ഇതൊരു 7 on 10, ക്ലിയർ 7 on 10 ആണ്. നല്ലൊരു സിനിമയാണ്, സൂപ്പർ സിനിമയാണ്. പക്ഷേ എനിക്ക് ഈ സാധനം ഒട്ടും കണക്റ്റായില്ല. അതുവരെ എനിക്ക് 10 on 10 പോയിരുന്നൊരു സിനിമ 7 on 10 ആയി. കുളം അടച്ച പോലെ തോന്നിപ്പോയി. ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നിപ്പോയി.
പിന്നെ ആ ഓൾഡ് മാനും വാലക്കും തമ്മിലുള്ള ആ രണ്ട് പ്രേതങ്ങൾ, പിന്നെ ലൊറൈനും എഡ്വാർഡും തമ്മിലുള്ള കെമിസ്ട്രി എല്ലാം കൊള്ളായിരുന്നു. എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു സിനിമയാണ്, കണ്ടിരിക്കാൻ പറ്റുന്നൊരു സിനിമയാണ്. കോഞ്ചറിങ് 2 7/10 കൊള്ളാം. Who's that? പിന്നെ ടോപ്പ് ടു എന്ന് എനിക്ക് എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ അതാണ് ആനബൽ ക്രിയേഷൻ. അയ്യോ, അടിപൊളി സിനിമയാണ്, അടിപൊളി സിനിമ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. അത് പേടിക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ആ ആനബൽ എന്ന ഡോളിൻ്റെ പാസ്റ്റ് എങ്ങനെ അതായി, അതിൻ്റെ ഭയങ്കര കൺവിൻസിങ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. പിന്നെ ഭയങ്കരമായിട്ട് കണക്റ്റായി, ഭയങ്കര ഹൊററാണ്, നല്ല ഹൊറർ സീക്വൻസസ് ഉണ്ട്, നല്ല എൻഗേജിങ് ആണ്. എല്ലാം കൊണ്ടും കിടില സിനിമയായിട്ടാണ് എനിക്ക് ആനബൽ ക്രിയേഷൻ തോന്നിയിട്ടുള്ളത്. ഈ 1, 2, 3 ആനബലിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 ആണ് ക്രിയേഷൻ. കിടില സിനിമ. ഒരു ഷുവർ ഒരു 8.25 ഔട്ട് ഓഫ് 10 കൊടുക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഹൊറർ സീക്വൻസസ് ഉണ്ടാന്ന് ചോദിച്ചാൽ ഉണ്ട്. ആ ആനബലിൻ്റെ പാസ്റ്റ് സ്റ്റോറി എങ്ങനെ ആ ഡോളിലോട്ട് കയറി പറ്റി, എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് ആനബൽ ക്രിയേഷൻ. മസ്റ്റ് വാച്ചാണ്. നിങ്ങളൊരു ഹൊറർ മൂവി ഫാൻ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആനബൽ കംസ് ഹോമും കാണണ്ട, ആനബൽ ക്രിയേഷൻ കാണും. സൂപ്പർ സിനിമയാണ്. ഓക്കെ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഭയങ്കര എൻജോയ് ചെയ്തൊരു സിനിമയാണ് ആനബൽ ക്രിയേഷൻ. എൻ്റെ കണ്ണ് തള്ളിയിരുന്നു. ഇങ്ങനെയൊക്കെ സ്റ്റോറി ഉണ്ടാക്കാൻ പറ്റുമെന്ന് ആലോചിച്ച്. നല്ലൊരു സിനിമയാണ്. ഒരു മോള് സ്പോയിലറായി പോകും. ഓക്കെ, അപ്പോൾ സൂപ്പർ സിനിമയാണ് ആനബൽ ക്രിയേഷൻ. മസ്റ്റ് വാച്ച് ആസ് എ ഹൊറർ മൂവി ഫാൻ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആനബൽ ക്രിയേഷൻ 8.25 ഔട്ട് ഓഫ് 10 കിടില സിനിമ. പിന്നെ നമ്പർ 1 ദ കോഞ്ചറിങ് യൂണിവേഴ്സിൻ്റെയും ദ കോഞ്ചറിങ് സീരീസിൻ്റെയും തുടക്കമിട്ട സിനിമ 2013 ഇറങ്ങിയ ദ കോഞ്ചറിങ് 1. ആ സിനിമ ഞാൻ 2 വർഷം മുമ്പാണ് കണ്ടത്. പിന്നെ അതിന് ശേഷം ഞാൻ 3 പ്രാവശ്യം ഈ സിനിമ റീവാച്ച് ചെയ്തിട്ടുണ്ട്. എനിക്ക് അത്ര ഇഷ്ടമാണ് ആ സിനിമ. ഈ പേടിക്കാനുണ്ടോ ചോദിക്കുകയാണെങ്കിൽ ഈ കോഞ്ചറിങ് യൂണിവേഴ്സിൽ ഈ സിനിമ കണ്ടാൽ മതി. എനിക്ക് ആ സിനിമയുടെ ഹാങ് ഓവർ ഓൾമോസ്റ്റ് ഒരു 6 months വരെ ഇരുന്നിട്ടുണ്ട്. 6 months ഒന്നും അല്ലെങ്കിൽ ഒരു 2 months എന്തായാലും അത് ആലോചിച്ച് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആലോചിക്കുന്നത് അയ്യോ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഹാങ് ഓവർ ഇരുന്നിട്ടുണ്ട് ആ സിനിമയുടെ. അതൊരു സിനിമയായിരുന്നു. ഓക്കെ, അതൊരു സിനിമയായിരുന്നു. ഞാൻ ഏറ്റവും പേടിച്ചിട്ടുള്ള സിനിമ അതാണ്. ഓക്കെ, ഈ ജീവിതത്തിൽ ഞാൻ ഇതിൽ ഹൊറർ സിനിമ കണ്ട് ഇത്രയും പേടിച്ചിട്ടുണ്ടെങ്കിൽ അത് കോഞ്ചറിങ് 1 ആണ്. എനിക്ക് 2 അത്ര പേടിയായിട്ട് തോന്നിയിട്ടില്ല. 2 ആക്ച്വലി പേടിക്കാനില്ല. ആ സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് എൻ്റെ എൻ്റർടൈനിങ് ഫാക്ടറും കുറേ നല്ല മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറേ നല്ല സീൻസ് ഉണ്ട്. ആസ് എ എന്താ പറയുക, സിനിമ കാണുകയാണെങ്കിൽ എനിക്ക് കുറേ നല്ല മേക്കിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട് ആ സിനിമ. അതുകൊണ്ടാണ് എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടത്. പക്ഷേ ഈ സിനിമ ഹൊറർ സിനിമ ഇതാവണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഭയങ്കര നല്ല സിനിമയാണ് കോഞ്ചറിങ് 1. ഒരു ഹൊറർ മൂവി ഫാനാണ് നിങ്ങൾ കോഞ്ചറിങ് കണ്ടിട്ടില്ലെങ്കിൽ, അങ്ങനെ കാണാൻ വഴിയില്ല, എന്തായാലും കണ്ടിട്ടുണ്ടാണ് ഹൊറർ മൂവി ഫാനാണെങ്കിൽ ഈ സിനിമ കാണണം. ഓക്കെ, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എന്നെ എത്രയും പേടിപ്പിച്ച ഒരു സിനിമയില്ല. ഇത്രയും പേടിപ്പിച്ച ഹൊററിൽ അടിപൊളി കഥ. നമുക്കത് കാണുമ്പോൾ തന്നെ ഒരു ടെൻഷനാവും ക്ലൈമാക്സിലോട്ടൊക്കെ വരുമ്പോൾ. പിന്നെ ക്ലൈമാക്സ് സിനിമ ഒന്നും കൂടെ കാണുമ്പോഴാണ് നമുക്കൊന്നും കൂടെ പേടിയാവണത്. കാരണം ക്ലൈമാക്സിലൊരു സീനുണ്ട്, എഡ്വാർഡ് പിന്നെ പൊച്ചീബ എന്ന് വിളിക്കുമ്പം ഒരു ട്രാൻസ്ഫോർമേഷൻ സീനുണ്ട്. പിന്നെ ഞാൻ ഓൾമോസ്റ്റ് തലയിറക്കി വീണ ഒരു സീനായിരുന്നത്. പേടിക്കാവുന്നതല്ല, അയ്യോ ഇങ്ങനൊരു പ്രായത്തിൻ്റെ കൂടെ ആയിരുന്നു ഇത്ര ദിവസം കഴിഞ്ഞത്.
പിന്നെ ഈ പ്രേതത്തിൻ്റെ സ്റ്റോറി, ഈ പ്രേതം ഉണ്ടായിരുന്ന വീട്, നമുക്കത് ഫീൽ ചെയ്യും. ഈ വീടിൻ്റെ ഓരോ മുക്കിലും മൂലയിലും പ്രേതങ്ങളുണ്ടായിരുന്നു. പിന്നെ ലൊറൈൻ മോറൻ ബേസ്മെൻറ്റിൽ പോകുമ്പോൾ കുറേ വേറെ പ്രേതങ്ങളെ കാണും. ഷീ മേഡ് മീ ഡൂ ഇറ്റ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡിസ്റ്റർബിങ് സിനിമയായിട്ടാണ് എനിക്ക് കോഞ്ചറിങ് വന്ന് തോന്നിയിട്ടുള്ളത്. അടിപൊളി സിനിമയാണ്. ഹൊറർ സിനിമയാണെങ്കിൽ ഇങ്ങനെ ആവണം. എൻ്റെ ലോകത്ത് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അടിപൊളിയും ഏറ്റവും പേടിക്കാനുള്ളൊരു സിനിമയായിട്ട് എനിക്ക് കോഞ്ചറിങ് തോന്നിയിട്ടുണ്ട്. 10 on 10, ഒന്നും പറയാനില്ല. 10 on 10 ആണ് എനിക്ക് ആ സിനിമ. അത്രേ എനിക്ക് പറയാവുള്ളൂ. ഇപ്പോൾ കോഞ്ചറിന് ശേഷം ഞാൻ എത്രയോ ഹൊറർ സിനിമ ന്യൂമറസ് കണ്ടിട്ടുണ്ട്. അതിൽ ഒരു സിനിമ എനിക്ക് ഇതിൻ്റെ അത്ര ഇതിട്ടില്ല. വൺ ടൈം വണ്ടറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി വരാൻ പോണ കോഞ്ചറിങ് 4 ലാസ്റ്റ് റൈറ്റ്സും എനിക്ക് ഇതിൻ്റെ അത്ര ആവുമെന്ന് തോന്നുന്നില്ല. എന്തായാലും എൻ്റെ ഏറ്റവും ഫേവററ്റ് സിനിമ കോഞ്ചറിങ് 1 ആണ്. മസ്റ്റ് വാച്ച് ആസ് എ ഹൊറർ മൂവി ഫാനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഹൊറർ സിനിമയുടെ ലോകത്ത് ഉണ്ടായ ഏറ്റവും നല്ലൊരു ഒരു കാര്യമാണ് കോഞ്ചറിങ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിനിമയാണ് കോഞ്ചറിങ് 1. മസ്റ്റ് വാച്ച് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാ മേഖലയിലും പെർഫോമൻസ്, ഹൊറർ, സ്റ്റോറി എല്ലാം കൊണ്ടും അടിപൊളിയാണ്. സിനിമയുടെ ഈച്ച് ആൻഡ് എവറി സീൻ ഒരു ഹൊറർ സീൻ ഒളിഞ്ഞിരിപ്പുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും പേടിപ്പിക്കുന്ന ഒരു സിനിമയാണ്. അടിപൊളി സിനിമയാണ്. ഓക്കെ, കാണേണ്ട സിനിമയാണ് കോഞ്ചറിങ് 10 on 10. Ghost hunters, paranormal researchers. But we prefer to be known simply as Ed and Lorraine Warren. Do you want to see him? ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ റേറ്റിംഗ്. കോഞ്ചറിങ് യൂണിവേഴ്സിൻ്റെ ഏറ്റവും വേർസ്റ്റ് സിനിമയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ആനബെല്ലാണ്. ആനബെൽ 1 ഏറ്റവും ബെസ്റ്റ് കോഞ്ചറിങ്. ഓക്കെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ കോഞ്ചറിങ് ഒരു വണ്ടർ കണ്ടതിന് ശേഷം ഈ ആനബെല്ലിൽ കാണുന്നതുകൊണ്ടാണോ എന്തോ എനിക്ക് ആ സിനിമ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഈ സിനിമ ഓസമായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ വേർസ്റ്റും ബെസ്റ്റും സിനിമ. ടോപ്പ് 3 കോഞ്ചറിങ്, ആനബെൽ ക്രിയേഷൻ, കോഞ്ചറിങ് 2 ആണ്. ഓക്കെ, അപ്പോൾ ഇതിലേറ്റവും എൻഗേജിങ് സിനിമ ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ കോഞ്ചറിങ് 2 ആണ്. ലായറോൺ എൻഗേജിങ് ആണ്. ആനബെൽ ക്രിയേഷൻ എൻഗേജിങ് ആണ്. കോഞ്ചറിങ് എൻഗേജിങ് ആണ്. പിന്നെ ഇതിലേറ്റവും റീവാച്ച് വാല്യൂ ഞാൻ കൊടുത്ത സിനിമ ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും റീവാച്ച് ചെയ്യാൻ നല്ല ഇഷ്ടം ഇപ്പോൾ ഈ പറഞ്ഞ നണ്ണ് 2, ഈവൻ ആനബെൽ കംസ് ഹോമും ഒന്നും ഇനി റീവാച്ച് ചെയ്യാൻ പറ്റില്ല. ഇനി റീവാച്ച് ചെയ്താൽ വെറുത്തു പോകും. ഓക്കെ, അപ്പം ഒരു പ്രാവശ്യം കണ്ടാൽ ഓക്കെ, ഒരു പ്രാവശ്യം കാണാൻ കൊള്ളാം, 1 ടൈം വാച്ച്. പക്ഷേ മൾട്ടിപ്പിൾ ടൈം വാച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണിത്, കാണാൻ പറ്റിയ സിനിമയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കോഞ്ചറിങ്. ഇപ്പം എത്ര കണ്ടാലും എനിക്ക് അതിനുള്ള ഇഷ്ടവും എനിക്ക് അതിനുള്ള പേടിയും കൂടും. അത്ര എനിക്കൊരു ഇഷ്ടമുള്ളൊരു സിനിമയാണ് കോഞ്ചറിങ്. പിന്നെ ആനബെൽ ക്രിയേഷൻ അടിപൊളി സിനിമയാണ്. അപ്പോൾ എത്ര പ്രാവശ്യം കണ്ടാലും മടുക്കൂല. കോഞ്ചറിങ് 2 എൻ്റർടൈനിങ് സിനിമയാണ്, ഹൊററല്ല. എനിക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ കോഞ്ചറിങ് 1 കാലിനടുത്ത് പോലും എത്തിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ റേറ്റിംഗ്. നിങ്ങൾക്ക് എൻ്റെ റേറ്റിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നെന്ന് നിങ്ങളുടെ റേറ്റിംഗ് താഴെ കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് ഉടനെ വരാം. അതിലേക്കും ഒരു മാഡ്ലി ബൈ.